വീണ്ടും അതീവ അപകടകരമായ ഒരു വഴിത്തിരിവിലാണ്. ദിവസങ്ങൾക്കുള്ളിൽ ഒതുങ്ങുമെന്ന് കരുതിയിരുന്ന അമേരിക്ക ഇറാൻ സംഘർഷം ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളെ ബാധിക്കാവുന്ന തരത്തിലേക്ക് വ്യാപിക്കുന്നുവെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. അമേരിക്കയ്ക്ക് സൈനിക പിന്തുണ നൽകുന്ന രാജ്യങ്ങൾക്കും പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയതോടെ ആശങ്ക കൂടുതൽ ശക്തമായിരിക്കുകയാണ്. ബ്രിട്ടീഷ് സൈനിക താവളങ്ങൾ പോലും ഇറാനെതിരായ ആക്രമണങ്ങൾക്ക് ഉപയോഗിച്ചാൽ അവ നിയമപരമായ സൈനിക ലക്ഷ്യങ്ങളാകുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ ഇറാനിലെ പാലങ്ങളും വൈദ്യുത നിലയങ്ങളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിടുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പരസ്പരം കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പുകൾ കൈമാറുന്ന സാഹചര്യത്തിൽ ഈ ഏറ്റുമുട്ടൽ പശ്ചിമേഷ്യയുടെ അതിർത്തികൾക്കപ്പുറം ആഗോള സമ്പദ് വ്യവസ്ഥയും ഊർജ്ജ സുരക്ഷയും അന്താരാഷ്ട്ര സ്ഥിരതയും ബാധിക്കുമോ എന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഈ സംഭവ വികാസങ്ങൾ ഇന്ത്യ ടുഡേ, വിയോൺ തുടങ്ങിയ പ്രമുഖ ദേശീയ മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും വിശദമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിവിധ റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കൻ സൈനിക നടപടികൾക്ക് ബ്രിട്ടൻ പിന്തുണ നൽകുന്നുവെന്ന ആരോപണമാണ് ഇറാൻ ഇപ്പോൾ ശക്തമായി ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് ബ്രിട്ടനിലെ RAF ഫെയർഫോർട്ട് വ്യോമതാവളവും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർസിയ സൈനിക താവളവും അമേരിക്കൻ സേന ഉപയോഗിക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഇറാൻ പ്രതികരണം കടുപ്പിക്കാൻ കാരണമായെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് പോലെ ഈ മുന്നറിയിപ്പ് ഒരു സാധാരണ നയതന്ത്ര പ്രസ്താവനയല്ല, മറിച്ച് ബ്രിട്ടനെയും നേരിട്ടുള്ള സംഘർഷത്തിന്റെ സാധ്യതയിലേക്ക് വലിച്ചിഴക്കുന്ന തരത്തിലുള്ള സന്ദേശമാണ്. അമേരിക്കയ്ക്ക് സൈനിക സഹായം നൽകുന്ന ഏത് രാജ്യവും അതിന്റെ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് ഇറാന്റെ നിലപാട്. ഇതോടെ അമേരിക്ക ഇറാൻ സംഘർഷം ഒരു ബഹുരാഷ്ട്ര ഏറ്റുമുട്ടലായി മാറുമോ എന്ന ആശങ്ക സുരക്ഷാ വിദഗ്ധർക്കിടയിലും ശക്തമായിരിക്കുകയാണ്. ഇറാന്റെ IRGC പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഏറ്റവും ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അമേരിക്കൻ നാവികസേനയുടെ ക്രൂയിസ് മിസൈൽ ശേഖരം കുറയുന്നതിനാൽ ബ്രിട്ടീഷ് സൈനിക സൗകര്യങ്ങൾ കൂടുതൽ വ്യാപകമായി ഉപയോഗിക്കുന്നുവെന്നാണ് IRGC ആരോപിക്കുന്നത്. പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലെ RAF ഫെയർഫോർട്ട് വ്യോമതാവളത്തിൽ നിന്ന് B-1 ലാൻസർ ബോംബറുകൾ വിന്യസിക്കുന്നതായും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർസിയ സൈനിക താവളം അമേരിക്കൻ ആക്രമണ പദ്ധതിയുടെ പ്രധാന കേന്ദ്രമായി മാറുകയാണെന്നും IRGC അവകാശപ്പെടുന്നു. ഇറാനെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന ഏതൊരു സൈനിക താവളവും ഞങ്ങൾക്ക് നിയമപരമായ ലക്ഷ്യമാണെന്ന IRGCയുടെ പ്രഖ്യാപനം പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതാണ്. മിഡിൽ ഈസ്റ്റിലെ അസ്ഥിരതയ്ക്ക് ബ്രിട്ടനും ഉത്തരവാദിയാണെന്നും അമേരിക്കയുടെ സൈനിക നടപടികൾക്ക് പിന്തുണ നൽകുന്നതിലൂടെ ലണ്ടൻ സംഘർഷത്തെ കൂടുതൽ സങ്കീർണമാക്കുകയാണെന്നും ഇറാൻ ആരോപിക്കുന്നു. ബ്രിട്ടൻ ഇനി അമേരിക്കയുടെ സഖ്യകക്ഷി മാത്രമല്ല, സംഘർഷത്തിലെ സജീവ പങ്കാളിയാണെന്ന സന്ദേശമാണ് ഇറാൻ നൽകുന്നത്. ഇതിന് പിന്നാലെ ഇറാൻ വിദേശകാര്യ മന്ത്രാലയവും കടുത്ത ഭാഷയിൽ പ്രതികരിച്ചു. അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളും ലോജിസ്റ്റിക്കൽ പിന്തുണയും അനുവദിക്കുന്ന ബ്രിട്ടന്റെ നടപടി അന്താരാഷ്ട്ര നിയമത്തിന്റെയും ഐക്യരാഷ്ട്രസഭ ചാർട്ടറിന്റെയും ലംഘനമാണെന്ന് മന്ത്രാലയം ആരോപിക്കുന്നു. ഒരു രാജ്യത്തിന്റെ ഭൂപ്രദേശം മറ്റൊരു രാജ്യത്തിനെതിരെ ആക്രമണം നടത്താൻ ഉപയോഗിക്കാൻ അനുവദിക്കുന്നത് UN ജനറൽ അസംബ്ലിയുടെ പ്രമേയം 3314 ആർട്ടിക്കിൾ 3F പ്രകാരം ആക്രമണ നടപടിയായി കണക്കാക്കുമെന്നും ഇറാൻ വാദിക്കുന്നു. UN സുരക്ഷാ കൗൺസിലിലെ സ്ഥിരാംഗമായ ബ്രിട്ടൻ സമാധാനം സംരക്ഷിക്കുന്നതിന് പകരം അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒപ്പം നിന്ന് സംഘർഷം വഷളാക്കുകയാണെന്നും ഇറാൻ കുറ്റപ്പെടുത്തി. ഇതിനിടെ ട്രംപിന്റെ പ്രസ്താവനയും സംഘർഷം കൂടുതൽ രൂക്ഷമാക്കിയിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയാൽ ഓരോ ആക്രമണത്തിന് മറുപടിയായി ഇറാനിലെ ഒരു പാലമോ വൈദ്യുത നിലയമോ പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അമേരിക്ക ബോംബാക്രമണം നടത്തി നശിപ്പിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. ഇത് വെറും മുന്നറിയിപ്പല്ല എന്നും അമേരിക്കയുടെ ഭാവി സൈനിക നയത്തിന്റെ സൂചനയാണെന്നുമാണ് സുരക്ഷാ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ട്രംപിന്റെ ഭീഷണിക്ക് ശക്തമായ മറുപടിയുമായാണ് ഇറാൻ രംഗത്തെത്തിയത്. പരമോന്നത നേതാവിന്റെ മുതിർന്ന സൈനിക ഉപദേഷ്ടാവായ മൊഹസൈൻ റസായി ഇറാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ട്രംപ് മാരകമായ തെറ്റുകൾ ആവർത്തിക്കുകയാണെന്ന് ആരോപിച്ചു. മുമ്പ് ഭ്രാന്തൻ എന്ന ഇമേജ് സൃഷ്ടിക്കാൻ ശ്രമിച്ചിരുന്ന ട്രംപ് ഇപ്പോൾ ആശയശൂന്യനായ മനുഷ്യൻ എന്ന നിലയിലേക്ക് മാറിയെന്നാണ് റസായിയുടെ വിമർശനം. ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിച്ചാൽ അതിലും കഠിനവും വർദ്ധിച്ചു വരുന്നതുമായ തിരിച്ചടിയാണ് അമേരിക്ക നേരിടേണ്ടി വരികയെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇറാഖ് അതിർത്തിയോട് ചേർന്ന ഷാംചെ മേഖലയിലെ തീർത്ഥാടകർക്ക് നേരെയുണ്ടായ ആക്രമണവും റസായി പരാമർശിച്ചു. ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിടുമെന്ന അമേരിക്കൻ ഭീഷണി നിരാശയുടെയും നിസ്സഹായതയുടെയും പ്രതിഫലനമാണെന്നും അത് ഇറാനെ ഭയപ്പെടുത്തില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. അത്തരമൊരു നീക്കം ഉണ്ടായാൽ പ്രതികരണം സൈനികമായി മാത്രമല്ല, മേഖലയിലെ അമേരിക്കൻ താൽപര്യങ്ങളെ മുഴുവൻ ബാധിക്കുന്ന തരത്തിലായിരിക്കുമെന്നും ഇറാൻ സൂചന നൽകുന്നു. ഇപ്പോൾ ലോകം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് ഹോർമുസ് കടലിടുക്കിനെയാണ്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ എണ്ണക്കപ്പൽ പാതകളിൽ ഒന്നായ ഈ ജലപാതയിലൂടെ ആഗോള എണ്ണ വിതരണത്തിന്റെ വലിയൊരു വിഹിതമാണ് നടക്കുന്നത്. ഇവിടെ ചെറിയൊരു സൈനിക ഏറ്റുമുട്ടൽ പോലും അന്താരാഷ്ട്ര എണ്ണവില കുതിച്ചുയരാനും ചരക്കു ഗതാഗതം തകരാറിലാകാനും ആഗോള സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കാനും സാധ്യതയുണ്ട്. ഗൾഫ് മേഖലയെ ആശ്രയിക്കുന്ന നിരവധി രാജ്യങ്ങൾക്കും ഇതിന്റെ ആഘാതം നേരിടേണ്ടി വരും. അമേരിക്ക, ഇറാൻ, ഇസ്രായേൽ, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾ പരസ്പരം കടുത്ത മുന്നറിയിപ്പുകൾ കൈമാറുന്ന സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലെ സംഘർഷം പ്രാദേശിക പ്രശ്നമെന്ന പരിധി വിട്ട് ആഗോള സുരക്ഷാ പ്രതിസന്ധിയായി മാറുകയാണ്.
നയതന്ത്ര ചർച്ചകൾക്ക് പകരം സൈനിക ശക്തിയും തിരിച്ചടി ഭീഷണിയും മുൻനിരയിൽ എത്തുമ്പോൾ ഒരു തെറ്റായ കണക്കുകൂട്ടൽ പോലും വലിയ യുദ്ധത്തിന് വഴിവെക്കുമെന്ന ആശങ്ക ശക്തമാണ്. നിലവിലെ സംഭവ വികാസങ്ങൾ വിലയിരുത്തുമ്പോൾ പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം സമീപകാലത്തെ ഏറ്റവും അപകടകരമായ ഘട്ടത്തിലേക്കാണ് നീങ്ങുന്നതെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്.